ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നന്ദിനിനെയും കമലേനെയാണ്. അപ്പോൾ നന്ദിനി വന്നിരുന്ന കിട്ടിയ അവസരം പാഴാക്കാതെ നേരെ വേദക്കിട്ട് പണിയാണ് കേട്ടോ. അമ്മേ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ, അവൾ ഇങ്ങോട്ട് കയറി വന്നത് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അവൾ വന്നത് ചില ലക്ഷ്യങ്ങൾ തന്നെ കൂടെ കൂട്ടിയിട്ടാണ്. അതുകൊണ്ട് അതൊക്കെ നേടിയെടുക്കുന്നതിലാ ഇപ്പൊ സാക്ഷി പറച്ചിലും മറ്റുമൊക്കെ. അല്ലാതെ സത്യം സംരക്ഷിക്കാൻ ഇവളാര്, സാവിത്രിയോ എന്ന് ചോദിച്ചോണ്ട് അമ്മ വിഷമിക്കാതിരിക്കുക. ആ ശ്രീനിവാസൻ നല്ലൊരു വക്കീലിനെ വെച്ച് നമ്മുടെ വിക്രത്തെ പുഷ്പം പോലെ പുറത്തിറക്കും. ധൈര്യമായിട്ടിരിക്കുക. ഓ, അങ്ങനെ അയാൾ പറഞ്ഞോ എന്ന് പറഞ്ഞു. എന്നോട് വിനയേട്ടൻ പറഞ്ഞതാ. സത്യത്തില് വിനയേട്ടൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും അതൊന്നും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അതൊക്കെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ അവളോട് ഇപ്പൊ പറഞ്ഞ രീതി തന്നെ ഇടപെട്ടോണം. അല്ലാതെ എല്ലാം മറുത്തും കൂടെ കൂട്ടിയേക്കരുത്. അപ്പോഴേക്കും ശ്രീജ എവിടെ പോയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ, ക്ഷേത്രത്തിൽ പോയിട്ട്. അല്ല അമ്മ എന്തേ വിഷമിച്ചിരിക്കുന്നത്? ഇതുവരെ തയ്യാറായില്ലേ? അമ്മ എങ്ങോട്ട് പോന്നു? കോടതിയിലേക്ക് പോകുന്നില്ലേ? എന്തിന്? വിക്രത്തിനെതിരെ വേദം മൊഴി കൊടുക്കുന്നത് കാണാനോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ശ്രീജയടുത്തി അല്ലേലും അവളോടല്ലേ കൂറ്. നന്ദിനി, ഈ സമയത്തല്ല കുശുമ്പ് പറയേണ്ടത്. അവള് പറഞ്ഞത് ശരിയല്ലേ, വേദം മൊഴി കൊടുക്കുന്നത് കാണാൻ ഞാൻ കോടതിയിൽ പോണത് എന്തിനാ? വേണ്ട, പക്ഷെ വിക്രം ജാമ്യത്തിൽ ഇറങ്ങുമ്പോ സ്വീകരിക്കാൻ നമുക്ക് ചെന്നൂടെ? നീ എന്താ ശ്രീജയ പറയണത്? ഇന്ന് വിക്രം ജാമ്യാപേക്ഷ കൊടുക്കും, അത് ഉറപ്പല്ലേ? അതിന് പക്ഷെ കിട്ടുമെന്നൊന്നും ഉറപ്പില്ലല്ലോ. കിട്ടും അമ്മേ, ഉറപ്പായിട്ട് കിട്ടും. അത് ഉറപ്പിക്കാനാ ഞാൻ അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിലാണോ? അതും തമ്മിൽ എന്താ ഇപ്പൊ ബന്ധം? ഒരിക്കലും അമ്മയും വേദയും കൂടി തുളസിലിട്ട് നോക്കിയ ഒരു പൂജാരിയില്ലേ, അവിടെ ക്ഷേത്രത്തിലാ ഞാൻ പോയത്. ആ തിരുമേനിയെ ഞാൻ കണ്ടുന്നേ. വിക്രത്തിന്റെ നാളും നോക്കിയേ. ആള് പറഞ്ഞതാ വിക്രത്തിന് ഇപ്പൊ കാരാഗ്രഹ യോഗം ഇല്ലാന്ന്. ഉറപ്പായിട്ട് ജാമ്യം കിട്ടുമേ. ആണോ മോളെ? അപ്പൊ വേഗം സന്തോഷമായി. അമ്മ വേഗം പോയി തയ്യാറാവുക, നമുക്ക് കോടതിയിലേക്ക് പോവാം. ദാ പ്രസാദം തൊട് എന്നിങ്ങനെ പറഞ്ഞോണ്ട് പ്രസാദമൊക്കെ തൊടിയിപ്പിക്കാട്ടോ. അപ്പൊ നന്ദിനിക്ക് ഇതെന്താ ശ്രീചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ജില്ലാ ജഡ്ജിയും പൂജാരിയും തമ്മിൽ എന്താ ബന്ധം? രണ്ടിലും ജാ എന്നൊരു അക്ഷരമല്ലാതെ എന്താ ഉള്ളത്? ഈശ്വര, അപ്പൊ ഇവർ രണ്ടുപേരൂടെ കോടതിയിലേക്ക് പോവാൻ തയ്യാറായി തരുവാണ്. ആർക്കറിയാം, ഓരോരോ വിശ്വാസങ്ങൾ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ വർഷയും കുഞ്ഞും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ചായ കൊണ്ട് കൊടുത്തു. അപ്പൊ വേഗം തന്നെ ശ്രീയേട്ടാ ദാ കോഫി എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ഇന്ന് ഓഫീസിലൊന്നും പോണില്ലേ? പോണം. ഇന്നല്ലേ അവന്റെ ജാമ്യാപേക്ഷ അച്ഛന്റെ കോടതി വരുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇറങ്ങിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്താ ഉള്ളിലിരിപ്പെന്നറിയാലോ. പിന്നെ കുറച്ചു ദിവസം കൊണ്ട് നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതാണല്ലോ. എന്നിട്ട് അറിഞ്ഞോ? അത് മാത്രല്ല, നിങ്ങളുടെ അച്ഛന്റെ മനസ്സിൽ എന്താന്ന് ഊടേ തമ്പരാന് പോലും അറിയാൻ പറ്റില്ല. പിന്നെ അല്ലേ, ഓഫീസിലേക്ക് പോവാതെ ഒന്ന് കോടതിയിലേക്കൊന്ന് പോയാലോ? എന്തിന്? അവന് ശിക്ഷ ലഭിക്കുന്നത് നേരിട്ടൊന്ന് കാണാനല്ലോ. പക്ഷേ വേണം. പക്ഷേ വിധി നേരെ തിരിച്ചായാലോ? പക്ഷേ ഇത് വേദയുടെ സാക്ഷിമൊഴിയുടെ കേസാ. എല്ലാ തെളിവുകളും അവനെതിരുവാണ്. വാദവും പ്രതിവാദവും കഴിഞ്ഞാൽ നേരെ വിധിയായിരിക്കും മിക്കവാറും വരുന്നത്. പരമാവധി 2 or 3 ഹിയറിംഗ് അത്രേ കാണോ എന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞ മനുഷ്യ. അപ്പം ഇതിനു മുൻപ് ഇതിനേക്കാൾ വലിയൊരു സ്ട്രോങ് ആയിട്ട് പെൻ കേസ് ഉണ്ടായിട്ട് എന്തായി അവസാനം? ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ആ ശ്രീനിവാസൻ എന്തായാലും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? കൊള്ളാവുന്നൊരു വക്കീലിനെ അയാളും കൊണ്ടുവരും. ഇല്ല, പക്ഷേ അതിന് സാധ്യത തീരെ കുറവാണ് എന്ന് പറഞ്ഞു. വാസവനും ശ്രീനിവാസനും എതിർ പാർട്ടിക്കാരാണ് എങ്കിലും ആത്യന്തികമായിട്ട് അവർ രണ്ടുപേരും രാഷ്ട്രീയക്കാരാണ്. വാസവനോട് ഫൈറ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു വഴി വിക്രമിനെ ജയിലിലേക്ക് അയക്കുന്നതാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ പേരിനൊരു വക്കീലിനെ ഹാജരാക്കുമെന്നല്ലാതെ ഇന്ന് അയാൾ മറ്റൊരു നീക്കവും നടത്തില്ല. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് തൽക്കാലം പോകണ്ടെന്നേ ഞാൻ പറയൂ. കാരണം ഒരിക്കൽ വിക്രത്തിനെ ആക്സിഡന്റിൽ പെടുത്തിയതല്ലേ. അതിന് കൂടെ ഉണ്ടായിരുന്ന അഭിലാഷും വർണ്ണും ചേർന്ന അവന്റെ കൂട്ടുകാരനെ ആക്രമിച്ച് ആശുപത്രിയിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ വാസവന്റെ മകനും സുഹൃത്താന്ന് തോന്നിയ വിക്രം ചിലപ്പോ ഈ കേസുമായിട്ട് ക്ലബ് ചെയ്താലോ? നീ എന്തൊക്കെയാ പറയണത്? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് വരുണിനെ വിക്രം കൊല്ലാൻ നോക്കിയ കേസാ. അവൻ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടത് അവന്റെ ഭാര്യയും. കേസ് അവിടെ തീർന്നു. ആയിക്കോട്ടെ, പക്ഷെ ആ വിക്രം എന്തായാലും ജാമ്യം കിട്ടാതെ ജയിലിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഈ നിമിഷം വരെ എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ തൽക്കാലം പോകണ്ട. കേസിന്റെ വാർത്ത ഇവിടെ നിന്ന് TV കണ്ടച്ചാ മതി.
അപ്പോഴേക്ക് പത്മവും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. സാവിത്രി അമ്മയും, എന്താ ഒരു ചർച്ച? ഏ ഒന്നുമില്ല. അല്ല, നീ വരുന്നില്ലേ? ഞങ്ങൾ എന്തായാലും കോടതി പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ഇല്ലമ്മേ, ശ്രീയേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേഗം ശങ്കർ നാരായണനും ഇറങ്ങി വന്നു. ഓഹോ, അപ്പോ അമ്മയും പത്മവും കൂടെ കോടതിയിലേക്ക് പുറപ്പെട്ടോ? അല്ല, വന്നാലോ എന്ന് ഒന്ന് കരുതുന്നത്. എന്തേ? ഒരൊറ്റ എണ്ണത്തിനെ ആ പരിസരത്ത് കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞു ശങ്കരനാരായണൻ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് വേണം ഓൺലൈൻ ചാനൽ നടത്തി ജീവിക്കുന്നവർക്ക് ജഡ്ജിയുടെ കുടുംബത്തെ ഏറിൽ കയറ്റി വിടാനായിട്ട്. എന്താ, അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സമാധാനാവുമോ? ദയവ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു സിറ്റുവേഷനാ ഞാനിപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. കൂടുതൽ അപമാനിക്കാനായി ഇനി ആരും കോടതിയിലേക്ക് വന്നു പോവരുത്. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് ശങ്കർ നാരായണൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ഇവരെല്ലാവരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണുന്നത് ശ്രീനിവാസനെയാണ്. അപ്പൊ കൂടെ നമ്മുടെ പുളിക്കനുണ്ട്, സജീവനുണ്ട്, അതുപോലെ തന്നെ ജോസഫും ഉണ്ട്. അപ്പോൾ സാറേ, വിക്രത്തിന്റെ കാര്യം ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ? സാറൊന്നും പറഞ്ഞില്ല. അതെ, വിക്രമിനെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വഴിയില്ലേ? അത് നമുക്ക് വേണ്ടി ഹാജരാവുന്നത് രാമൻ മേനോനാണെന്നറിയാലോ. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ വക്കീൽ ജാമ്യം വാങ്ങിയിരിക്കും, ഉറപ്പ്. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. പക്ഷെ വേദയുടെ മൊഴിയാണ് വിക്രത്തിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിട്ട് നിൽക്കുന്നത്. ആ മൊഴിയിൽ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ രാമൻ മേനോൻ പിടിച്ചു കയറിയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോഴേക്ക് നമ്മുടെ MLA വാസവൻ അങ്ങോട്ടേക്ക് എത്തി. അപ്പൊ ശ്രീനിവാസനുമായിട്ട് നേരിട്ട് കൊമ്പ് കോർക്കാണ് കേട്ടോ. ആഹാ, അപ്പൊ ഇവർ രണ്ടുപേരുടെ നേരെ വന്നു. അവനെ ജാമ്യത്തിലിറക്കാൻ വന്നതായിരിക്കും. എന്താ, ഇപ്പൊ അവനാണല്ലോ എന്തിനും ഏതിനും വലം കൈ അല്ലെ ശ്രീനിവാസ? ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കാനുള്ള കുറ്റം ചെയ്തിട്ടില്ല. അവൻ ചെയ്തൊരു പുണ്യപ്രവൃത്തിയല്ലേ? സബ് ജയിലെ കണ്ടു ചെയ്തപ്പോ കൊന്നു കളയാതിരുന്ന എന്തേന്നാ ഞാൻ ചോദിച്ചത്. ഡാ വാസവ, അധികാരത്തിന്റെയും പണത്തിന്റെയും അഹങ്കാരത്തിന്റെ നിന്റെ മകൻ പോകുന്ന വഴി നീ ഒരിക്കലും കാര്യമാക്കിയതേയില്ല. സ്വയം നശിക്കാൻ ശ്രമിച്ചാൽ ആരും എതിരെ നിൽക്കാനും പോകുന്നില്ല. പക്ഷേ പാവപ്പെട്ടൊരു പെൺകുട്ടിയുടെ ജീവനും മാനം വെച്ചാണ് നിന്റെ മകൻ കളിച്ചത്. അത് നിനക്കറിയോ? അവനെ തല്ലിക്കൊല്ലാറാക്കിയതിന്റെ പേരിൽ എന്റെ വിക്രം അകത്ത് കിടക്കാനും പോകുന്നില്ല. പാടില്ല ശ്രീനിവാസ, അവൻ അകത്ത് കിടക്കാൻ പാടില്ല. അതാണ് ഞാനും ആഗ്രഹിച്ചത്. എന്നാലേ എനിക്ക് അവനെ പുറത്ത് കിട്ടൂ. അതെ, എന്റെ മകനോട് അവൻ ചെയ്തതിന്റെ ഇരട്ടി ഞാൻ അവന് തിരിച്ചു നൽകിയിരിക്കും. ആരും സാക്ഷി പറയാനില്ലെന്ന് ഇൻസ്പെക്ടറെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത് അതിനു വേണ്ടിയാ. പക്ഷേ അപ്പോഴേക്കും അവന്റെ ഭാര്യ കയറി ഇടപെട്ടു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സാരമില്ല, അവനെ ജയിലിൽ കിട്ടിയാലും വിചാരണ കഴിഞ്ഞ കോടതി അവൻ ജയിലിലേക്ക് അയക്കുമല്ലോ. കോടതിയിലും ചെലവും കൊടുത്ത് ഞങ്ങൾ വളർത്തിയെടുത്ത കുറച്ചു പേര് അവിടെയുണ്ട്. ബാക്കി അവിടെ നോക്കാം. ശരി വാസവ, നമുക്ക് നോക്കാം, കാണാം. അപ്പൊ വാസവൻ നേരെ കോടതിയിലേക്ക് കയറി പോവാണ്. അപ്പൊ ഇവരിവിടെ നിൽക്കാണ് കേട്ടോ. അതെ, ആകെ പ്രശ്നമാണല്ലോ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഈ സമയത്ത് രാജേട്ടൻ അങ്ങോട്ടേക്ക് എത്തുവാണ്. രാജേട്ടനോ? രാജന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അസുഖമൊക്കെ കുറവുണ്ട് സാറേ. വിക്രത്തിന്റെ കാര്യം ഓർത്തപ്പോ അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ശരി, എന്നാ അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കയറുന്ന സമയത്താണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ വേഗം ശ്രീനിവാസൻ ചോദിക്കുകയാണ്, ഒന്നുകൂടി മൊഴി കൊടുക്കാൻ മാറ്റം ഉണ്ടോന്ന് ഒന്ന് ചിന്തിച്ചുകൂടെ വേദ? മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് വരുമായിരുന്നില്ലല്ലോ ശ്രീനിസ. വേദയുടെ ഒറ്റ മൊഴി മാത്രമാണ് വിക്രത്തിനുള്ള തെളിവ്. മൊഴി പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് ഒന്ന് മാറ്റി പറഞ്ഞാൽ മതി. ഞങ്ങൾ വേണമെങ്കിൽ കാല് പിടിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ സജീവൻ. എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അതേ മോളെ, ഇത്തവണത്തേക്കും കൂടി അവനോടൊന്ന് ക്ഷമിക്ക. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പ്. ഈ ഗുണ്ടാപ്പണിയും കൂലിത്തല്ലും അവസാനിപ്പിക്കണമെന്ന് ഇതിനു മുൻപും രാജേട്ടൻ പലതവണ ആവശ്യപ്പെട്ടിട്ടില്ലേ? എന്നിട്ട് വിക്രം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഒരിക്കൽ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ രക്ഷകനായി വിക്രത്തിനെ ഏറ്റെടുത്തതല്ലേ നിങ്ങൾ? എന്നിട്ട് എന്തായി ശ്രീനിവാസ സർ? എന്തെങ്കിലും വിക്രത്തിന്റെ ജീവിതം വീണ്ടും ജയിലിൽ തന്നെ ഒടുങ്ങിയില്ലേ? അങ്ങനെ പറയരുത് മോളെ. ഇത്രയും കാലത്തെ പോലെ അല്ല അവൻ. ഇനി ഒരു കുഴപ്പത്തിലും പോവാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതേ വേദ എന്ന് ശ്രീനിവാസനം. ഇനി ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ അവനെ തന്നെ അകറ്റി നിർത്തിക്കോളാം. അതുകൊണ്ട് വിക്രം ഇതുവരെ ഉണ്ടാക്കിയ ശത്രുക്കൾ ഇല്ലാതാവുമെന്നാണോ സാർ പറയുന്നത്? എന്തിന്? വിക്രത്തിന്റെ ജീവന് സുരക്ഷിതത്വം ഉണ്ടാവോ?
ഉണ്ടാവുന്ന സാറിന് അനിയൻ കുട്ടന് എന്താ സംഭവിച്ചെന്ന് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാ. ആ വെട്ടുകൊള്ളേണ്ടത് അന്ന് വിക്രത്തിനായിരുന്നു. അതറിയോ നിങ്ങൾക്ക്? അന്ന് ഞാൻ അനുഭവിച്ച ഒരു വേദനയുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഗുണ്ടാപ്പണി നിർത്താൻ വിക്രത്തിനോട് ആരും പറയുന്നില്ലെന്നാണോ കരുതുന്നത്? അച്ഛനും അമ്മയും ഞാനും അടക്കം എല്ലാവരും എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യമാണ്. എന്നിട്ട് വിക്രം അവസാനിപ്പിച്ചോ? ഇല്ലല്ലോ. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് നിങ്ങൾ വിക്രം കാണുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ്. ദൈവം നേരിട്ട് പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതെ നിവർത്തിയില്ലല്ലോ സർ. ഇനിയും വിക്രം നേരെയാവുമെന്ന് ഞാൻ വിശ്വസിക്കണോ? നേരെയാവും മോളെ, ഞാനാ പറയുന്നത്, എന്നെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ശരിയാക്കി എടുത്തോളാം. എങ്ങനെ ശരിയാക്കാൻ? പുറത്തിറങ്ങിയാൽ തക്കം പാത്ത് ഒളിഞ്ഞിരുന്ന് രാത്രിയുടെ മറവിൽ വന്ന് ആക്രമിക്കുന്നവരെ നിങ്ങൾ നേരിട്ട് വന്ന് തടയുവോ? പറ സർ. എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ ഉത്തരവില്ല ആർക്കും. നല്ലത് ജയിലാണ്. അവിടെയാവുമ്പോ ജീവനെങ്കിലും ബാക്കി കിട്ടുമല്ലോ. അത് തന്നെ ഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ, ഇനി മുതൽ വിക്രം എന്റെ ടീമിൽ ഉണ്ടാവില്ല. ഞാൻ അവനെ മാറ്റി നിർത്തിക്കോളാം. പക്ഷേ സർ, MLA വാസവൻ അവൻ മാറ്റി നിർത്തുവോ? ഇല്ലല്ലോ, ഒരിക്കലും മാറ്റി നിർത്തില്ല. അയാളുടെ മകന് വേണ്ടി അയാൾ ഇനി ഏതറ്റം വരെയും പോവും, എന്തും ചെയ്യും എന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്കൂ, ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ കുറച്ച് രീതികളുണ്ട്. വാസവനുമായി ഞാൻ സംസാരിച്ച് സെറ്റിൽ ചെയ്യാം. എന്ത് സെറ്റിൽമെന്റ്? നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാമെന്നും നിങ്ങളുടെ എല്ലാ അധോലോക കച്ചവടങ്ങളും വാസവനെ തീരെഴുതി കൊടുക്കാമെന്നും നിങ്ങൾ പറയുമോ? പറ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും എതിരാളികളാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാ സർ അയാളുടെ മകനെ ആക്രമിച്ചതിനു വേണ്ടി നിങ്ങളുമായിട്ട് ഒത്തുതീർപ്പിനെ വരുമെന്ന് ഞാൻ വിശ്വസിക്കണോ എന്ന് ചോദിച്ചു. പിന്നെ ഇപ്പൊ തന്നെ വിക്രം ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് അവരോട് എതിരിട്ട് നിൽക്കണമെങ്കിൽ വിക്രത്തിന് നിങ്ങളെപ്പോലെ ഒരാളുടെ പിൻബലം ഇപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് ഒരിക്കലും വിക്രം ഇത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പാ. വീണ്ടും വീണ്ടും പുതിയ പുതിയ ശത്രുക്കൾ ഉണ്ടാവുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് വേദ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സാർ, ആകെ പ്രശ്നമാവോ എന്നിങ്ങനെ ജോസഫ് വീണ്ടും ചോദിക്കുക. ഇനി എന്ത് ചെയ്യും ശ്രീനി സാർ? നോക്കാം. അറിയില്ല രാജ, വേറെ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ വരരുതെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്തിനു വേണമെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് വേദയായി പോയില്ലേ? അടുക്കൽ രാമമേനോൻ എന്തെങ്കിലും വഴി കാണുമെന്ന് സമാധാനിക്കാം അല്ലേ സർ? പക്ഷെ വേദ ഒരു സാധാരണ സ്ത്രീയല്ല, സാക്ഷിയല്ല, നിയമം പഠിച്ചവളാ. കോടതി എന്താണെന്ന് ചെറുപ്പം മുതൽ അറിയാവുന്നവളാ. അവളുടെ മൊഴിയെ മറികടക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പൊ ദേണ്ട വിക്രത്തിനെയും കൊണ്ടുവന്നു. അപ്പൊ SI അതെ ഇവനെ കോടതിയിലേക്ക് കൊണ്ടേക്ക്, ഞാൻ PP കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് CI അങ്ങ് പോയി. സൂക്ഷിക്കണം, ഞാൻ ഓടിപ്പോയെന്ന് പോകുന്നില്ല സാറേ. അപ്പൊ ഇവന്റെ കയ്യെ പിടിച്ചിങ്ങനെ ചെല്ലുമ്പോൾ ശ്രീനിവാസൻ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇതെന്തിനാണോ ഇവരെ കയ്യെ പിടിച്ചിരിക്കുന്നത്? ഓടിപ്പോന്ന് പേടിച്ചിട്ടാ സാർ. എടോ, സാക്ഷി മൊഴികളെ കോടതി കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് തനിക്കറിയില്ലേ? എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ഞാൻ കോടതി വെച്ച് പഠിപ്പിക്കണോ? കൈവിട. എനിക്ക് ഇവനോട് പേഴ്സണലായിട്ട് ഇത്തിരി സംസാരിക്കണം. ഒന്ന് മാറി നിൽക്ക. അപ്പൊ പോലീസുകാർ പുറത്തേക്ക് മാറി നിന്നു. അപ്പൊ വിക്രത്തിനെ ചേർത്ത് പിടിച്ച ശ്രീനിവാസ സാറാ, അതെ ശരിക്കും നിനക്ക് വേണ്ടിയിട്ട് ഹാജരാവുന്നത് രാമൻ മേനോനാണ്. പക്ഷെ വേദയുടെ മൊഴി, അതാണ് ഒരു പ്രശ്നം. മൊഴി മാറ്റി പറയാൻ നിനക്ക് അവളോടൊന്ന് സംസാരിച്ചൂടെ? വേണ്ട സർ. മോനെ, ഇത് നിന്റെ ഭാവിയുടെ കാര്യമാണ്. ആ വാസവന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാലോ, അവൻ ചാവാൻ തേണ്ടി തന്നെയാ സർ ഞാൻ തല്ലിയത്. ഇവനെന്താ പറഞ്ഞ മനസ്സിലാവാത്തത് എന്ന് ചോദിച്ചു ശ്രീനിവാസൻ. വിക്രം, നീ ചെയ്തതിൽ ന്യായമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ കോടതിയാ, നിയമം കയ്യിലെടുക്കാൻ നിനക്ക് അധികാരമില്ലെന്നേ ജഡ്ജി വിധിക്കൂ. അതാ നീ എന്താ? പ്രത്യേകിച്ച് വേദയുടെ അച്ഛൻ, അയാൾ എങ്ങനെയെങ്കിലും നിന്നെ അകത്താക്കാനേ നോക്കൂ. അപ്പൊ ഒന്ന് ചിരിച്ചു. ഇതങ്ങനെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല വിക്രം. കുറച്ചു കാലം അകത്തവും കിടന്ന് പരിചയമുള്ളതല്ലേ സാർ. ഇനിയും കുറച്ചു കാലം കിടക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. അപ്പം പിന്നെ പക്ഷേ ദേ സാർ, ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആശുപത്രിയിൽ വെച്ച് ഞാൻ ഒരു ഒറ്റ നോട്ടമേ അവളുടെ മുഖത്ത് ഞാൻ നോക്കിയുള്ളൂ. മനസ്സിന്ന് മായുന്നില്ല സാർ. ഉറപ്പായിട്ടും ശരിക്കും അവനോട് ചെയ്തത് പോരാന്ന് തോന്നലേ എനിക്ക് ജീവിതത്തിലുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് കോടതി ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നതും അത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് വിക്രം വേഗം തന്നെ
പോവാം എന്ന് പറഞ്ഞ് പോലീസുകാരുടെ കൂടെ വേഗം അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. വേഗം പിന്നെ കാണുന്നത് എന്താ പറയുക, പെൺകുട്ടിയുടെ അച്ഛനാണ്. ആള് തകർന്നടിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേഗം എഴുന്നേറ്റിട്ട്, മോനെ നീ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പുറകോട്ട് മാറിയിരുന്നു കേട്ടോ. അപ്പൊ വേഗം തന്നെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സാറേ, സാർ അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ദേ ഒരു കാര്യം സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. വെറുതെ അവളുടെ പേര് ഈ കേസിലേക്ക് വലിച്ചഴിക്കണ്ട. അവള് ഒരു അതിജീവിതത എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ സമൂഹത്തിന്റെ നാട്ടുകാരുടെ ഇടയ്ക്ക് കഴിയണ്ട സർ, അത് വേണ്ട എന്ന് പറഞ്ഞു. പ്രോസിക്യൂഷൻ ഒരിക്കലും അവളുടെ പേര് പറയില്ല, അത് കേസിനെ ദുർബലമാക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇത് 2 ആണുങ്ങൾ നടന്ന ഒരു അടി, അത് അത്രയേ പുറത്തു വരാൻ പാടുള്ളൂ, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയിട്ട്, ഒരാൺകുട്ടി എനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഒരു വിഷമം എനിക്കിപ്പോൾ ഇല്ലാതായി വിക്രം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ വിക്രം നേരെ കോടതിയിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് രാധ അവിടേക്ക് എത്തി. അപ്പൊ വേദ അവിടെ ഇരിക്കുമ്പോൾ വേദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധ. അപ്പം പെട്ടെന്ന് തന്നെ വേദ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ രാധ കൈക്ക് കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.